എല്ലാ ഭക്തന്മാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഒരു ആനുകാലിക സംഭവത്തെക്കുറിച്ചിട്ടല്ല, ഒരു സംഘർഷാവസ്ഥ ഉണ്ടായത്. അതായത് കാശ്മീരിലെ ഈ പഹൽഗാം എന്ന് പറയുന്ന സ്ഥലത്ത് നടന്ന ഒരു സംഘടനയല്ല, അവിടെയുള്ള ഈ ടൂറിസ്റ്റുകളെ വെടിവെച്ച് കൊന്നു എന്നുള്ള വാർത്ത ഇന്നത്തെ പത്രത്തിൽ ഉള്ളതാണ് പറയുന്നത്. അതൊന്ന് അതിൻ്റെ മൂലം എന്താണ്, അതിൻ്റെ കാരണം, അതിനെ പറ്റിയിട്ടാണ് നമുക്ക് പറയാൻ പറ്റും. കാരണം ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും പലതരത്തിലുള്ള കൊലപാതകങ്ങളും സംഘർഷങ്ങളും കള്ളക്കടത്തും കൊലപാതകവും ലഹരിയും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, നമ്മുടെ നാട്ടിലും ഉണ്ട്. അതിൻ്റെ അടിസ്ഥാന കാരണം എന്താ അങ്ങനെ ഉണ്ടാവുക? ഈ ഭീകരത മനസ്സിൽ ഉണ്ടാകാനുള്ള കാരണം എന്ത്? അധികാളും ഒരു പ്രത്യേക ഒരു സംഘടനയെ കുറിച്ചിട്ടും അല്ലെ വേറൊരു സ്ഥലത്തെ കുറിച്ചിട്ടും എല്ലാം ഈ പറയാറുണ്ട്. ഇന്നേ സ്ഥലത്തുള്ള ആളുകൾ ഇത്തരം ആളുകളാണ് എന്നുള്ള ഒരു ധ്വനി പ്രചരിപ്പിക്കുന്നുണ്ട്. അങ്ങനെയല്ല, ഇത് മാനസികമായിട്ട് ആളുകളുടെ മാനസികമായി ക്ഷയിക്കുമ്പോഴാണ് ഇത്തരം ഭീകര പ്രവർത്തനങ്ങളിൽ ആളുകൾ ഇടപെടുന്നത്. ഇവിടെ ഇപ്പോൾ 28 ആള് കാശ്മീരിൽ വെടികൊണ്ട് മരിച്ചു എന്നാണ് വാർത്ത കണ്ടത്. അപ്പോൾ അതിൻ്റെ കാരണം തന്നെ അവർക്ക് ശരിയായ വിദ്യാഭ്യാസം ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് അർത്ഥം. ഇങ്ങനെയുള്ള ആളുകൾ ഈ മുമ്പ് ഉണ്ടായിരുന്നുണ്ട്. അവരൊക്കെ ശരിയായ വിദ്യാഭ്യാസം കൊടുത്തിട്ട് അവരുടെ മനസ്സിലുള്ള ആ ഭീകരത ഉണ്ടാക്കുന്ന വികാരം ഇല്ലാതെയാക്കാനാണ് നമ്മൾ കുട്ടികളെ സ്കൂളിലൊക്കെ പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണ്. കാരണം ഈ ചതി, വഞ്ചന, പിന്നെ കള്ളക്കടത്ത്, കളവ്, വീട്ടുകാരുടെ മോഷണം, പിന്നെ അസത്യം പറയുക, പിന്നെ മദ്യം ഉപയോഗിക്കുക, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുക, ഇങ്ങനെയെല്ലാം ഉണ്ടാകുന്നത് ഈ അവൻ്റെ മനസ്സിൽ അവൻ്റെ ശരിയായ ബുദ്ധി, ശരിയായ വഴി, ജീവിക്കാനുള്ള വഴി നമ്മൾ വിദ്യയിലൂടെ പകർന്നു കൊടുക്കാത്തതിൻ്റെ അനന്തരഫലമാണ് ഇങ്ങനെ പഹൽഗാം എന്ന് പറയുന്ന സ്ഥലത്ത്. പഹൽഗാം അല്ല, അഫ്ഗാനിസ്ഥാനിൽ, ആഫ്രിക്കയിൽ, ഈ യൂറോപ്യൻ കൺട്രീസിൽ അങ്ങനെയല്ല. മുമ്പും പല കള്ളന്മാരും കൊള്ളക്കാരും ഈ കപ്പലൊക്കെ കൊള്ളയടിക്കുന്ന കള്ളന്മാരൊക്കെ കടൽ കൊള്ളക്കാരൊക്കെ ഉണ്ടാകും. ഇവർക്കെല്ലാം ഈ ജീവിക്കാനുള്ള വഴിയില്ലാത്തത് കൊണ്ടല്ല, ജോലി ഇല്ലാത്തത് കൊണ്ടല്ല, ശരിയായ വിദ്യാഭ്യാസം കിട്ടാത്തത് കൊണ്ടാണ്. അവരെ ഹൃദയത്തെ ശുദ്ധീകരിക്കുന്ന വിദ്യാഭ്യാസമാണ് എല്ലാ രാജ്യത്തും കൊടുക്കേണ്ടത്. അപ്പോൾ ശരിയായ വിദ്യാഭ്യാസം കിട്ടണമെങ്കിൽ നമ്മൾ ഒരു പലതരത്തിലുള്ള മുമ്പ് ഉള്ള ഗുരുകുല സമ്പ്രദായം എന്ന് പറയുന്ന രീതിയിൽ ഒരു വ്യക്തിയുടെ മാനസികാവസ്ഥ അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ അവൻ്റെ വികാരം എങ്ങനെയുള്ളതാണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഈ വിദ്യാഭ്യാസം കൊടുക്കേണ്ടത്. ഇപ്പോൾ മുമ്പൊക്കെ പല ഭീകര നേതാക്കന്മാരും വലിയ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ അല്ല എഞ്ചിനീയറിംഗ് ഡിഗ്രി, ഡോക്ടർമാർ, വളരെ ജോലിയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അതുകൊണ്ട് അവർക്ക് ജോലി ഇല്ലാത്തതുകൊണ്ടോ ഇന്നത്തെ സാധാരണ വ്യവസ്ഥിതിയിലുള്ള വിദ്യാഭ്യാസം കിട്ടാത്തതുകൊണ്ടോ അല്ല, ശരിയായ വിദ്യാഭ്യാസം അവരുടെ മനസ്സിലുള്ള ആ മൃഗീയ വാസനകളെ അറിയാനും അതിനെ നിയന്ത്രിക്കാനും ഇല്ലാതാക്കാനും ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസം കൊടുക്കണം. അതാണ് പണ്ട് ഭാരതത്തിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കാരണം ജീവിക്കാനുള്ള വിദ്യാഭ്യാസം, ശരിയായി ചിന്തിക്കാനുള്ള വിദ്യാഭ്യാസം, സാമൂഹ്യ ജീവിതം നയിക്കാനുള്ള വിദ്യാഭ്യാസം, അങ്ങനെയുള്ള സത്യമാർഗത്തിലൂടെ പോകുന്ന വിദ്യാഭ്യാസം, അതാണ് പണ്ട് ഭാരതത്തിലെ ഗുരുകുല സമ്പ്രദായത്തിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ള വിദ്യാഭ്യാസം വേണ്ട എന്നല്ല അർത്ഥം. എഞ്ചിനീയർ വേണം, ഡോക്ടർ വേണം, ശാസ്ത്രജ്ഞന്മാർ വേണം, സാധാരണ വിദഗ്ധന്മാരായിട്ടുള്ള തൊഴിലാളികൾ വേണം, ഈ കണ്ടുപിടിക്കുന്ന ആൾ, ഇൻവെൻഷൻ നടത്തുന്ന ആൾ വേണം, പലതും വേണം. പക്ഷേ ശരിയായ വിദ്യാഭ്യാസം, ജീവിക്കാനുള്ള വിദ്യാഭ്യാസം, മനുഷ്യനെ സ്നേഹിക്കാനുള്ള വിദ്യാഭ്യാസം അവന് കിട്ടുന്നില്ല എന്നുള്ളതാണ്. അവന് സംഘർഷം ഉണ്ടാക്കാനുള്ള വിദ്യാഭ്യാസമാണ് ഇപ്പം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ആ എല്ലാ സമയത്തും
പണ്ടേ അങ്ങനെയുള്ള സംഘടനകൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. നമുക്ക് പണ്ടേ അതിനുള്ള ഗുരുക്കന്മാരിൽ നിന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഒരാൾ ഭീകരനായി പോകുന്നത്? അത് ശരിയായ വിദ്യാഭ്യാസം, ശരിയായ അധ്യാപനം ഇല്ലാത്തതുകൊണ്ടാണ്. ഇന്ന് നമ്മളെ നാട്ടിൽ, അത് ഭാരതത്തിൽ, അതിലും കേരളത്തിൽ പ്രത്യേകത, ഇത്രയധികം മദ്യപാനികളുടെ വേറെ ഒരു സംസ്ഥാനം ഉണ്ടാവില്ല. വിദേശങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അതെല്ലാം ലിമിറ്റ് വെച്ചിട്ടാണ്. ഇന്ന് നമ്മൾ കുട്ടികൾ, കോളേജിലെ കുട്ടികൾ, സ്കൂളിലെ കുട്ടികൾ എല്ലാം ഇതുപോലെയുള്ള കലാപകാരികളായിട്ട് മാറി. എന്തുകൊണ്ടാണ്? അവിടെ നിന്ന് ശരിയായ വിദ്യാഭ്യാസം കിട്ടുന്നില്ല. എല്ലാം ജോലി ചെയ്യാനുള്ള വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടാണ് അവർ പഠിക്കുന്നത്. അതുകൊണ്ട് ഈ സംഭവത്തോട് കൂടിയിട്ട് സമൂലമായിട്ടുള്ള വിദ്യാഭ്യാസ മേഖലയിൽ സമൂലമായിട്ടുള്ള ഒരു പരിഷ്കാരം കൊണ്ടുവരണം. എന്നാൽ മാത്രമേ ഇനി വരുന്ന തലമുറക്ക് ഇവിടെ ജീവിക്കാൻ പറ്റൂ. ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള കലാപങ്ങൾ, സംഘർഷങ്ങൾ, ഇങ്ങനെ വെടിവെപ്പ്, ബോംബാക്രമണം, ഇതെല്ലാം നമ്മുടെ ഇവരെ കൊന്നിട്ട് LTTക്കാർ ബോംബ് വെച്ചിട്ട് സ്വയം മരിച്ചുകൊണ്ട് ഒരു സംഘടന നടത്തിയില്ലേ? അങ്ങനെ ഒരുപാട്, ഒരു വിഭാഗത്തെ മാത്രം കുറ്റം പറയുന്നില്ല, എല്ലാ വിഭാഗക്കാരെയും തെറ്റിദ്ധരിപ്പിച്ചാൽ അവരെയും തീവ്രവാദികളാക്കാം. നമ്മളെ LTTക്കാർ ഇതെല്ലാം വലിയ തീവ്രവാദികളെ നമ്മളെ ഇവിടെ കൊന്നിട്ടില്ലേ? ഇന്ത്യയിലെ നമ്മുടെ പ്രധാനമന്ത്രിയുടെ കൊന്നില്ലേ? അതുപോലെ പലതും നടക്കുന്നുണ്ട്. പക്ഷെ അതിന് ഇല്ലാതാക്കാനുള്ള ഉത്തരവാദിത്വം നമ്മുടെ വിദ്യാഭ്യാസ മേഖലകളിൽ വിദഗ്ധന്മാർ ഏറ്റെടുക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ ഭാരതത്തിൽ ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടാവാതിരിക്കൂ. ആൾക്കാർക്ക് ആക്രമണം ചെയ്യാൻ വളരെ താല്പര്യം, ആക്രമണം ഉണ്ടാക്കാൻ താല്പര്യമാണ്, കള്ളക്കടത്ത് നടത്താൻ താല്പര്യമാണ്, മദ്യപിക്കാൻ, ലഹരി ഉപയോഗിക്കാൻ താല്പര്യമാണ്. പക്ഷെ ആ താല്പര്യത്തെ നമ്മൾ വളരെ സൂത്രത്തിൽ ഇല്ലാതാക്കി അവനെ സാമൂഹ്യ ജീവിയാക്കി മാറ്റണം. അതിന് എല്ലാവരുടെയും സഹായം, രാഷ്ട്രീയക്കാരും ഇവിടുത്തെ സാമൂഹ്യ പ്രവർത്തകരും പിന്നെ എല്ലാ വിദഗ്ധന്മാരായിട്ടുള്ള ആൾക്കാരും ഒന്നിച്ചെന്ന് വിദ്യാഭ്യാസത്തിൻ്റെ വിഷയങ്ങൾ പരിഷ്കരിച്ച് നമ്മുടെ സമൂഹത്തിൽ ജനങ്ങൾക്ക്, വരുന്ന തലമുറക്ക് ഇവിടെ ജീവിക്കാനുള്ള ഒരു ചുറ്റുപാടുണ്ടാക്കണം. ഇത്രയും എനിക്ക് പറയാനുള്ളൂ. എല്ലാവർക്കും ജീവിക്കേണ്ടതാണ് ഇവിടെ. മൃഗങ്ങൾക്ക് പോലും രക്ഷയില്ല, മനുഷ്യന് തീരെ രക്ഷയില്ല. പിന്നെ ഇത് ഇവിടെ ഭൂമിയിൽ ജീവിച്ചിരുന്ന കാര്യം. അതുകൊണ്ട് ഈ കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരോടും പറയണം. ഇത് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇത് എനിക്ക് പറയാനുള്ളൂ. കൂടുതൽ വിവരങ്ങൾ നിങ്ങൾ പത്രത്തിലെല്ലാം വായിക്കുന്നുണ്ട്. തീരുമാനം ജനങ്ങളാണ് എടുക്കേണ്ടത്. ഇത്തരം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും എൻ്റെ നമസ്കാരം.